കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി ആണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻഷ്യബിലിറ്റി ഓൺ ആൻ ഇൻ്റർവെൽ വൺ സൈഡഡ് ഡെറിവേറ്റീവ്. A function y equal to fx is differentiable on an open interval. ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ, ഓപ്പൺ ഇൻ്റർവെൽ ഇതിനകത്ത് എയും ബിയും ഇല്ല, ബാക്കിയുള്ള ഉള്ളിലുള്ള എല്ലാ പോയിന്റും ഉണ്ട്. ഡിഫറൻഷ്യബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഇനി ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റിലെല്ലാം ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. എയിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. എയിൽ ഇതാണ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എച്ച്. എച്ച് ടെൻസ് ടു സീറോ പോസിറ്റീവ്. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ബിയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ബിയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എഫ് ഓഫ് ബി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് ബി ഡിവൈഡ് ബൈ എച്ച്. എച്ച് ടെൻസ് ടു സീറോ നെഗറ്റീവ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ഇതാണ് എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്. ഈ എയിലും എ പ്ലസ് എച്ചിലും എച്ച് ഗ്രേറ്റർ ദാൻ സീറോ അവിടെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ്, ഈ എയിൽ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് അതിൻ്റെ സ്ലോപ്പ് ഇതാണ് അതിൻ്റെ സ്ലോപ്പ്, അത് എക്സിസ്റ്റ് ചെയ്യണം. ബിയിൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണം. ഇതാണ് രണ്ടും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് എ ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് ബി എൻ പോയിന്റിലുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യാം. Example 4. Show that the function y equal to mod x, y equal to absolute value of x, differentiable on minus infinity 0 and 0 infinity, but has no derivative at x equal to 0. x equal to 0ൽ ഡിഫറൻഷ്യബിൾ അല്ലെന്നാണ്. അപ്പോൾ നാം ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇതാണ് റൈറ്റ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതാണ്. y equal to mod x എന്ന് പറയുന്ന ഇതാണ് ആ ഫങ്ഷൻ. അതിൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് മോഡ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ, മോഡ് എക്സ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. എക്സ് ഗ്രേറ്റർ, അപ്പം മോഡ് എക്സിന് പകരം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എം എക്സ് പ്ലസ് ബി, എം എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എം ആയിരിക്കും. എം ആണ് സ്ലോപ്പ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അപ്പോൾ എം എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എം ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ 1x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി എക്സ് ലെസ് ദാൻ 0, അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് 1x ദാറ്റ് ഈസ് ഈക്വൽ ടു -1. അപ്പം ലെഫ്റ്റ് സൈഡിൽ, 0യുടെ ലെഫ്റ്റ് സൈഡിൽ -1ഉം റൈറ്റ് സൈഡിൽ +1ഉം ആയിരിക്കും 0യുടെ. അപ്പം രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ -1ഉം റൈറ്റ് സൈഡിൽ +1ഉം ആണ്. അതുകൊണ്ട് 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇനി നമ്മൾ ഇത് വെച്ച് ചെയ്തു നോക്കാം. മോഡ് എക്സിന് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോക്കാൻ 0 0യിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാനായിട്ട് 0 + h - 0 ഡിവൈഡ് ബൈ h. റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ h ടെൻസ് ടു 0 പോസിറ്റീവ്, 0യിലും കൂടുതലാണ് h ടെൻസ് ടു 0 എന്നുള്ള 0 പോസിറ്റീവ്. അപ്പം 0യും 0 പോയി, മോഡ് h ഡിവൈഡ് ബൈ h. മോഡ് h എന്ന് പറഞ്ഞാൽ മോഡ് h എന്താ, h പോസിറ്റീവാണ്. h ടെൻസ് ടു 0 പോസിറ്റീവ്. അതുകൊണ്ട് മോഡ് h എന്ന് പറയുന്നത് എന്തായിരിക്കും,
എച്ച് തന്നെയായിരിക്കും. അപ്പോൾ എച്ച് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഓപ്പോസിറ്റ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് അറ്റ് മോഡ് എക്സ് അറ്റ് 0. അപ്പോൾ 0 പ്ലസ് എച്ച് മൈനസ് 0 ഡിവൈഡ് ബൈ എച്ച്. അപ്പം മോഡ് എച്ച് ബൈ എച്ച്. ഈ മോഡ് എച്ച് എന്ന് പറയുന്നത് 0യിൽ താഴെയാണ്. എച്ചിൻ്റെ വാല്യൂ 0യിൽ താഴെയാണ്. അപ്പോൾ മോഡ് എച്ച് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആയിരിക്കും. 0യിൽ താഴെയാണ് എച്ചിൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ മോഡ് എച്ച് എന്ന് പറയുന്നത് മൈനസ് എച്ച് ആയിരിക്കും. ഡിവൈഡ് ബൈ എച്ച് ദാറ്റ് ഈസ് -1. അപ്പം അങ്ങനെ നമ്മൾ തിയററ്റിക്കലായിട്ട് നോക്കുമ്പോഴും ഇവിടെ +1 ഇവിടെ -1 രണ്ടും ഡിഫറൻ്റ് ആണ്. ആദ്യം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി, സ്ലോപ്പ് എടുത്ത് നോക്കി. ഇവിടെ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കി. രണ്ട് സ്ഥലത്തും 0യിൽ 2 വാല്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ കർവ്. റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് 1, ഇതാണ് 1. ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് -1. 0യുടെ റൈറ്റ് സൈഡിൽ +1ഉം ലെഫ്റ്റ് സൈഡിൽ -1ഉം ആണ്. നോട്ടഡ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡിഫറൻഷ്യബിൾ അല്ല 0യിൽ. ദ ഫംഗ്ഷൻ y ഈക്വൽ ടു മോഡ് എക്സ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദ ഒറിജിൻ വേർ ദ ഗ്രാഫ് ഹാസ് എ കോർണർ. കോർണർ പോയിന്റ് ഉള്ളിടത്തൊന്നും ഡിഫറൻഷ്യബിലിറ്റി ഇല്ല. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഓർക്കേണ്ടത്. കോർണർ പോയിന്റിലൊന്നും ഈ 0യുടെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് 0യിൽ ഡിഫറൻഷ്യബിൾ അല്ല. ബാക്കിയുള്ള എല്ലാ പോയിന്റിലും ഈ മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. നെക്സ്റ്റ്, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. തിയറം: ഡിഫറൻഷ്യബിൾ implies continuous. If f was a derivative at x equal to c, then f is continuous at x equal to c. എന്ന് പറഞ്ഞാൽ x equal to cയിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ x equal to cയിൽ കണ്ടിന്യൂസ് ആണെന്നാണ് തെളിയിക്കേണ്ട തിയറം. എൻ്റെ പ്രൂഫ് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് തെളിയിക്കണ്ടേ. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് സി. ഇതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് സിയിൽ കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് സി. അതാണ്. അപ്പം നമ്മൾ വളരെ സിമ്പിളാണ്. ഇത് എഫ് ഓഫ് സി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് സി പ്ലസ് എഫ് ഓഫ് സി. ഇതാ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി. ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ടാമത്തേനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു. ഇതുണ്ടോ? ഡിവൈഡ് ആൻഡ് മൾട്ടിപ്ലൈ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ ലിമിറ്റ് എടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. അപ്പം ഇവിടെയും ലിമിറ്റ് എടുത്തു, ഇവിടെയും ലിമിറ്റ് എടുത്തു. ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുത്തു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ എച്ചിൻ്റെയും ലിമിറ്റ് എടുത്തു. അപ്പോൾ ഇവിടെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ അത് എഫ് ഡാഷ് സി ആണ്. ഇത് എച്ച് ടെൻസ് ടു 0 എഫ് സി എന്ന് പറഞ്ഞാൽ എഫ് സി തന്നെയാണ്. അതിൻ്റെ അകത്ത് എച്ച് ഇല്ല, അതുകൊണ്ട് എഫ് സി തന്നെയാണ്. ഇതിൻ്റെ എച്ചിൻ്റെ ലിമിറ്റ് ടെൻസ് 0 എച്ച് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം ഇതിന് പകരം 0 ഇട്ടു. അപ്പോൾ ഇത് എഫ് ഡാഷ് സി ആണ് ഇൻറ്റു 0. അത് ക്യാൻസൽ ചെയ്ത് പോയി. അതാണ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇതിനെ ലിമിറ്റ് എടുത്ത് കഴിയുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ പോയിട്ട് എഫ് ഓഫ് സിയേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സി പ്ലസ് എച്ചിലും സിയിലെ വാല്യൂ ഒന്ന് തന്നെയാണ്. സി പ്ലസ് എച്ചിലെയും സിയിലെയും ഫംഗ്ഷൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. എച്ച് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എഫ് സിയിൽ കണ്ടിന്യൂസ് ആണ്. അതാണ് ചെയ്യുന്നത്. അപ്പം ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. കോഷൻ: ഇത് കോൺവേഴ്സ് തിയറം 1 ഈസ് ഫാൾസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിലും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പക്ഷേ കണ്ടിന്യൂസ്
ഫങ്ഷൻസ് ഒന്നും ഡിഫറൻഷ്യബിൾ അല്ല. എ ഫങ്ഷൻ നീഡ് നോട്ട് ഹാവ് ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് വേർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. നേരത്തെ നമ്മൾ അബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഇതിനു മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു. അബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ ഇതാണ് അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ ഫംഗ്ഷൻ. മോഡെക്സ് ഇതുണ്ടോ, ഇത് കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട്. പക്ഷേ സീറോയിൽ ഇത് കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് ആണ് ത്രൂ ഔട്ട്. ഇത് ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. ഇത് കണ്ടിന്യൂസ് അല്ല ആണ്, പക്ഷേ ഇത് സീറോയിൽ ഡിഫറൻഷ്യബിൾ അല്ല. അതാണ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. പക്ഷേ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആകണമെന്ന് നിർബന്ധമില്ല. കണ്ടിന്യൂസ് ഫങ്ഷൻസ് അതിൻ്റെ എൻ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇതാ ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എൻ പോയിന്റിലൊന്നും ഡിഫറൻഷ്യബിൾ അല്ല, കോർണർ പോയിന്റിലൊന്നും ഡിഫറൻഷ്യബിൾ അല്ല. നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം ചെയ്യുകയാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫങ്ഷൻ ഇൻ എക്സസൈസ് 19 to 22. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ ഡെറിവേറ്റീവ്. d by dt of s, d by dt of s equal to 1 minus 3t square. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം s equal to 1 minus t square. അപ്പോൾ s equal to f of t, that is equal to 1 minus t square. f of t plus h എന്തായിരിക്കും? ടിയുടെ സ്ഥാനത്ത് t plus h. അപ്പോൾ 1 minus 3 into t plus h square. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പം അതിനെ t plus h ഹോൾ സ്ക്വയർ ചെയ്യുക. അപ്പം ഇത് കിട്ടും. ഇനി ds by dt എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f of t plus h മൈനസ് f of t ഡിവൈഡ് ബൈ h. അപ്പം താഴത്തെ h ഇവിടെ എഴുതുക, t plus h, f of t plus h, അതിതാണ്, അതിവിടെ എഴുതുക. ദെൻ f of t എന്ന് പറഞ്ഞാൽ 1 minus 3t square ആണ്, ഡിവൈഡ് ബൈ h. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് h ടെൻസ് ടു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് പോയി. അപ്പോൾ മൈനസ് 6t, അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്, മൈനസ് 6t. ഇനി t ഈക്വൽ ടു മൈനസ് ടി എന്ന് കൊടുക്കുക. t ഈക്വൽ ടു മൈനസ് ടി, ടിക്ക് മൈനസ് ടി ഈക്വൽ ടു മൈനസ് 1, ടി ഈക്വൽ ടു മൈനസ് 1 എന്ന് കൊടുത്താൽ മൈനസ് 6 ഇൻറ്റു മൈനസ് 1, ദാറ്റ് ഇസ് 6. അതാണ് എൻ്റെ ആൻസർ. ദെൻ പ്രോബ്ലം നമ്പർ 20. dy dx of dx at x equal to √3, y equal to 1 minus x ആണ്. അപ്പോൾ y ആണ് 1 minus f of x. അപ്പോൾ f of x plus h എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്ത് x plus h എഴുതുക. അപ്പോൾ 1 minus 1 by x എന്നുള്ളത് 1 minus 1 by x plus h. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. dy by dx of ലിമിറ്റ് h ടെൻസ് f of x plus h. x plus h നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതാണ്, അതിവിടെ എഴുതുക. മൈനസ് f of x എന്ന് പറയുന്നത് ഇതാണ്, അതിവിടെ എഴുതുക, ഡിവൈഡ് ബൈ h. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുക. അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ഇത് കിട്ടും. അപ്പം h ടെൻസ് 0, ഈ x അങ്ങ് പോയി. അപ്പോൾ 1 by x സ്ക്വയർ, അതാണ് 1 by x സ്ക്വയർ ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 by x സ്ക്വയർ ആണ്. ഇനി x ഈക്വൽ ടു √3 കൊടുക്കുക. അപ്പം എക്സിന് √3 കൊടുക്കുമ്പോൾ 1 by 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് y ഈക്വൽ ടു 1 മൈനസ് 1 by x ഡെറിവേറ്റീവ് 1 by x സ്ക്വയർ ആണ്. ഓക്കെ, വൺ ബൈ എക്സ് സ്ക്വയർ ആണ്. എക്സ് ഈക്വൽ ടു √3 1 by 3 ആണ്. ഇനി 21.
ഡി ആർ ബൈ ഡി തീറ്റ തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ 6 നമുക്ക് തന്നിട്ടുണ്ട്. 6 തന്നിട്ടുണ്ട്. ഡി ആർ ബൈ ഡി തീറ്റയാണ് കാണേണ്ടത്. അപ്പോൾ 6 തന്നിട്ടുണ്ട്. 6 ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. അതാണ് എഫ് ഓഫ് തീറ്റ. ഇനി എഫ് ഓഫ് തീറ്റ പ്ലസ് എച്ച്, തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ പ്ലസ് എച്ച് എഴുതണം. അപ്പോൾ ഈ തീറ്റയ്ക്കൊക്കെ തീറ്റ പ്ലസ് എച്ച് എഴുതുക. അപ്പം ഇത് കിട്ടും. എഫ് ഓഫ് തീറ്റ പ്ലസ് എച്ച് ഇതാണ്. ഇനി ഡി ആർ ബൈ ഡി തീറ്റ ഇതാണ് ഫോർമുല. ഇതാണ് ഫോർമുല ഡി ആർ ബൈ ഡി തീറ്റ. അപ്പോൾ എഫ് ഓഫ് തീറ്റ പ്ലസ് എച്ച് ഇതാണ്, അതിവിടെ എഴുതി. എഫ് ഓഫ് തീറ്റ ഇതാണ്, അതിവിടെ എഴുതി. ഡിവൈഡ് ബൈ എച്ച് ഇവിടെ എഴുതി. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. സിംപ്ലിഫൈ ചെയ്തപ്പോൾ അത് കിട്ടി. ഇതാണിപ്പം. അപ്പം അത് തന്നെ ഇവിടെ ഒന്നും കൂടി എഴുതി. എന്നിട്ട് ഈ ഇത് മൈനസ് ആയതുകൊണ്ട് അതിൻ്റെ പ്ലസ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇതാ പ്ലസ് കൊണ്ട്, ഈ ന്യൂമറേറ്ററിലുള്ളതിൻ്റെ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അതാണ്. അപ്പോൾ ഇതെന്തായി? ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിലായി. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിലായി. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നായി ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തു. ഇനി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്തു. താഴെ ഒരു എച്ച് ഉണ്ട്, മുകളിലും എച്ച് ഉണ്ട്. താഴത്തെ എച്ചും മുകളിലത്തെ എച്ചും കൂടെ പോയി 4/2 2 കിട്ടി. എച്ച് പോവും. ന്യൂമറേറ്ററിലും എച്ച് ഉണ്ടാവും. ന്യൂമറേറ്ററിൽ 4h ആണ് കിട്ടുക, താഴെ 2h. അപ്പോൾ എച്ച് ഇങ്ങനെ പോയി 4/2 2 കിട്ടി. ഡിനോമിനേറ്റർ ഇങ്ങനെ തന്നെ കിട്ടി. ഇനി എച്ച് ഈക്വൽ ടു, ഇനി തീറ്റ ഈക്വൽ ടു എച്ച്. ഇവിടെ എച്ച് ഈക്വൽ ടു 0 കൊടുക്കുക. ഈ എച്ച് ഒക്കെ പോകും. എച്ച് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയി. അപ്പം ഇതും പോയി. അപ്പം √4 മൈനസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുത്താൽ ഇത് കിട്ടും. ഇതാണ് 1 ഡിവൈഡ് ബൈ 4 മൈനസ് തീറ്റ ഇൻറ്റു √4 മൈനസ് തീറ്റ. ഓക്കെ. അപ്പം അതിന് തീറ്റ ഈക്വൽ ടു, അവിടെ നമ്മൾ തീറ്റ ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പോൾ 4 മൈനസ് തീറ്റ ഇൻറ്റു √4. അപ്പോൾ എന്ത് കിട്ടും? തീറ്റ 4√4 എന്ന് കിട്ടും. അപ്പോൾ 8 കിട്ടും. ദറ്റ് ഈസ് 1/8 2 dw ബൈ dz at z ഈക്വൽ ടു 4. w ഈക്വൽ ടു z പ്ലസ് √z. അപ്പം w ഈക്വൽ ടു എഫ് ഓഫ് z പ്ലസ് √z. അപ്പോൾ എഫ് ഓഫ് z പ്ലസ് h എന്തായിരിക്കും? z പ്ലസ് h പ്ലസ് √z പ്ലസ് h. ഇനി നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. dw ബൈ dz ഈക്വൽ ടു h ടെൻസ് ടു 0. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ, ഇവിടെ എഫ് ഓഫ് z പ്ലസ് hൻ്റെ ഫോർമുല എന്താ? അതിവിടെ കൊടുത്തു. z പ്ലസ് h ഇവിടെ കൊടുത്തു. എഫ് ഓഫ് സെഡിൻ്റെ ഇതാണ്, അതിവിടെ കൊടുത്തു. h. ദെൻ ഇതിൽ ഈ z പ്ലസ് h മൈനസ് z അത് h ആയി. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ വന്നു. ഇതിന് ഈ √z കൊണ്ടുണ്ട്. ഇവിടെ എച്ചിനെ h കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. ഇനി ഇതിനെ h കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇത് ഇവിടെ മൈനസ് ആണ്. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് പ്ലസ് കൊണ്ട് √z പ്ലസ് h പ്ലസ് √z കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് എന്ത് ചെയ്തു? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന ഫോമിലായി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇങ്ങനെ വന്നു. ഇതാണ്. അപ്പം സെഡും കൂടെ പോയി 1 ആയി. പിന്നെ പോയിട്ട് എച്ചും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ ഇതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് എച്ചിന് 0 കൊടുത്തപ്പോൾ 1 ഡിവൈഡഡ് ബൈ √z
പ്ലസ് റൂട്ട് സെഡ്. അപ്പോൾ 2 റൂട്ട് സെഡ് അത് നോക്കണം. ഇതാണ് dw/dz. ഇനി സെഡിന് 4 കൊടുത്തു. അപ്പം ഇതിൽ സെഡിന് 4 കൊടുക്കുക. അപ്പോൾ ഈ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. യൂസ് ഫോർമുല എഫ് ഡാഷ് എക്സ്. ഈ ഫോർമുല ഉപയോഗിച്ച് കാണുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x+2. അപ്പം എഫ് ഡാഷ് സെഡിൻ്റെ ഫോർമുല ഇതാണ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് സെഡ്, ഇത് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് എക്സ്. ഇപ്പം ഇത് LCM കണ്ടിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇതിൽ എക്സ് മൈനസ് സെഡും സെഡ് മൈനസ് എക്സും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ -1 മുകളിൽ വരും. പിന്നെ പോയിട്ട് z+2 × x+2 ഉള്ളൂ. ഇത് കിട്ടി. അതിൽ സെഡ് ടെൻസ് ടു എക്സ്. അപ്പോൾ ഈ സെഡിന് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പം x+2 × x+2 x+2². അപ്പോൾ അത് കിട്ടി. ഫോർമുല ഇത് നമ്മളിവിടെ എച്ച് അല്ല സെഡും എക്സും എടുത്തു. രണ്ടാമത്തെ ഫോർമുല എടുത്തു. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇത്. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² - 3x+4. അപ്പോൾ എഫ് ഡാഷ് സെഡ് കാണണം. ഫോർമുല ഇത്. അപ്പം എഫ് ഓഫ് സെഡ് ഇതാണ്. ഇതിൽ സ്ഥാനത്ത് എക്സിന് പോലെ സെഡ് കൊടുക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ്. എന്നിട്ട് ഇതൊന്നും കൂടെ മാറ്റി എഴുതുക. സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സെഡ് മൈനസ് എക്സും സെഡ് മൈനസ് എക്സും കൊണ്ട് പോകും. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ സെഡിന് ഇനി എക്സ് കൊടുക്കുക. ഇവിടെ സെഡിന് എക്സ് കൊടുക്കുക. സെഡ് ടെൻസ് ടു. അപ്പോൾ x+x 2x - 3. ഓക്കെ, ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. അടുത്ത പ്രോബ്ലം 25. gx equal to x divided by x minus 1. അപ്പോൾ g dash z equal to limit z tends to x g of z minus g of x divided by z minus x. അപ്പം g of z ഇത്, g of x ഇത്, z minus അത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്യുക. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് സെഡിന് എക്സ് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടും. ഇനി അടുത്തത് 26 പ്രോബ്ലം. g of x equal to 1 + √z. അപ്പോൾ g dash z അതിനെ കൊടുക്കുക. ഇത് g of z, ഇത് g of x. സബ്ട്രാക്ട് ചെയ്യുക. ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഈക്വൽ ടു 1/2 √z കിട്ടും. അതാണ് 1/2 √z. ഇതിൻ്റെ ഡെറിവേറ്റീവ് 1/2 √z. √x, sorry, 1/2 √x. Then determine whether the piecewise defined function is differentiable at x equal to 0. g of x equal to x² of 2/3, x greater than or equal to 0, x² of 1/3, x less than 0. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്ന h ടെൻസ് ടു ആദ്യം നമ്മൾ ഇതിൽ ലെസ് താനിലാണ്. ലെസ് താൻ ചെയ്യുക. g of x ഇതാണ് 0ൽ താഴെ. അപ്പോൾ h ടെൻസ് ടു 0 നെഗറ്റീവ്. g of x മൈനസ് g of 0 ഡിവൈഡ് ബൈ h. അപ്പോൾ g of h എന്താ? രണ്ടാമത്തേൽ g of h എന്ന് പറയുന്നത് g of h ഇത് ആദ്യം ലെസ് താനിലാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് ആദ്യം 0ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ h ടെൻസ് 0, h ഓഫ് എക്സ് എന്ന് പറയുന്നത് g ഓഫ് എക്സ് എന്ന് h എന്ന് പറയുന്നത് h⁻³ 1/3 മൈനസ് g ഓഫ് 0 0 ഡിവൈഡ് ബൈ h. അപ്പോൾ എന്ത് കിട്ടും? അപ്പം ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇത് 0 ആണ്. ഇത് താഴെ h ആണ്. ഈ h⁻³ 1/3 യും ഇവിടെ h⁻³ 1/3 ഡിവൈഡ് ബൈ h⁻³ 3/3 ആണ്. h എന്ന് പറഞ്ഞാൽ 3/3 ആണ്. ഇത് താഴേക്ക് വരുമ്പോൾ 3/3 മൈനസ് 1, അപ്പോൾ 2/3. ഇനി h ടെൻസ് ടു 0 നെഗറ്റീവ്. 0യോട് അടുക്കുക h നെഗറ്റീവ് സൈഡിൽ നിന്ന്. അപ്പോൾ ഇത് 0യോട് അടുക്കും. അപ്പോൾ ഇത് എന്താവും?
പ്ലസ് ഇൻഫിനിറ്റി ആവും. എച്ച് ടെൻസ് ടു 0 നെഗറ്റീവ് ആകുമ്പോൾ പ്ലസ് ഇൻഫിനിറ്റി ആവും. അപ്പം ഇതിൻ്റെ സീറോയിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സീറോയിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആയി. ഇനി സീറോയുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. ഇതുപോലെ തന്നെ ഇവിടെ ചെയ്ത് നോക്കുക. ഇവിടെ അപ്പം h⁻² ആണ്. അതും അതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് ലിമിറ്റാണ് നോക്കുന്നത്. അപ്പോൾ h ടെൻസ് ടു 0 പോസിറ്റീവാണ്. 0 പോസിറ്റീവ്, h ടെൻസ് ടു 0 പോസിറ്റീവ്. അപ്പോൾ h⁻⁴ ആണ് കിട്ടുക. 1/3. അപ്പം അതെന്തായിരിക്കും? h ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇത് പ്ലസ് ഇൻഫിനിറ്റി, ഇതും പ്ലസ് ഇൻഫിനിറ്റി. നോട്ട് എക്സിസ്റ്റ്. രണ്ടും ഇൻഫിനിറ്റിയാണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻഫിനിറ്റിയാണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇതും ഇൻഫിനിറ്റി, ഇതും ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ് ഡെറിവേറ്റീവ് ഇൻഫിനിറ്റിയാണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിലെ ഡെറിവേറ്റീവ് ഇൻഫിനിറ്റിയാണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സീറോയിൽ ദ ഡെറിവേറ്റീവ് g'0 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ വീഡിയോ തീരുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.